നമസ്കാരം. ഓരോ വിമാനം പറന്ന് ഉയരുമ്പോഴും അതിൻ്റെ പൈലറ്റുമാരുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പൈലറ്റിന് ആ വിമാനം പറത്താൻ അനുമതി ലഭിക്കുകയുമില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ ഒരു ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിലെ യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഈ വിമാനത്തിലെ 3 പൈലറ്റുമാർക്കും ഭക്ഷ്യവിഷബാധ ഏറ്റതാണ് ഈ ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധിയിലേക്കൊക്കെ തന്നെ വഴിവെച്ചത്. രാവിലെ ഹൈദരാബാദിൽ നിന്ന് പറന്നുയർന്ന വിമാനം 30,000 അടി ഉയരത്തിൽ പറക്കുമ്പോഴാണ് വിമാനത്തിലെ ഒരു പൈലറ്റിന് കടുത്ത ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇദ്ദേഹത്തിന് ഉടൻ തന്നെ ഓക്സിജൻ നൽകി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയായിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ വിമാനത്തിലെ മറ്റ് 2 പൈലറ്റുമാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഈ വിമാനം ലണ്ടനിലെത്താൻ ഹൈദരാബാദിൽ നിന്ന് 10 മണിക്കൂറും 35 മിനിറ്റുമാണ് സമയം വേണ്ടത്. ഏതായാലും വിമാനം 30,000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ പ്രധാന പൈലറ്റ് കുഴഞ്ഞു വീഴുകയും മറ്റ് 2 പൈലറ്റുമാർക്ക് ശാരീരിക അസ്വസ്ഥത തോന്നിയെങ്കിൽ പോലും അവർ ഈ വിമാനം കൃത്യമായി പറപ്പിച്ച് ലണ്ടനിലെത്തുക തന്നെ ചെയ്തു. ഏതായാലും ഇതിലെ യാത്രക്കാരുടെ മഹാഭാഗ്യം എന്ന് തന്നെ വേണം പറയാൻ. ലണ്ടനിൽ ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ ഈ കുഴഞ്ഞു വീണ പൈലറ്റിനെ അടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റ് 2 പൈലറ്റുമാർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവരുടെ നില അത്ര മോശമായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും യാത്രക്കാരുടെ ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ 3 പേർക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണമെന്ന് ഇപ്പോൾ അന്വേഷിക്കുകയാണ് സർക്കാർ. ഇവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ, ഇത് സ്ഥിരമായി ബ്രിട്ടീഷ് എയർവേസിൻ്റെ പൈലറ്റുമാർ ഹൈദരാബാദിൽ എത്തുമ്പോൾ താമസിക്കുന്ന ഹോട്ടലാണ്. ഇവിടെ നിന്നാണ് ഇവർ രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചത്. മാത്രവുമല്ല, ഇവിടെ നിന്ന് ഇവർ വെള്ളം കുടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പറയപ്പെടുന്നു. അത് ഒരു പക്ഷേ മിനറൽ വാട്ടറാണ് കുടിച്ചത്. അത് ഏത് കമ്പനിയുടേതാണ് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമല്ല. 3 പേർക്കും ഒരുപോലെ ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായത് ഇവിടെ നിന്ന് രാവിലെ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് തന്നെ ആയിരിക്കാം എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. മാത്രവുമല്ല, പൈലറ്റുമാരുടെ സംഘടന പറയുന്നത് നേരത്തെ തന്നെ ഈ ഹോട്ടലിനെ കുറിച്ച് തങ്ങൾക്ക് പരാതികളുണ്ടായിരുന്നു. ഇവിടെ തീരെ വൃത്തിയില്ലായ്മ ഉണ്ട് എന്നുള്ള വിഷയം തങ്ങൾ അധികൃതരെ ധരിപ്പിച്ചിരുന്നു എന്നാണ്. എന്തായാലും ഈ സംഭവം ഈ വിമാനത്തിലെ യാത്രക്കാരെയും ബ്രിട്ടീഷ് എയർവേസിനെ എല്ലാം തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമോ, വിമാനം 30,000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ അതിലെ പൈലറ്റുമാർ ഓരോരുത്തരായി രോഗബാധിതരായി വീഴുന്നത് ആ വിമാനത്തെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുക നോക്കാൻ എന്നിട്ടറിയാം. മറ്റൊരു വലിയ വിമാന ദുരന്തം ഒഴിവായതിൻ്റെ ആശ്വാസത്തിലാണ് ആ വിമാന കമ്പനിയും വിമാനത്തിലെ യാത്രക്കാരും എല്ലാം തന്നെ. പൈലറ്റുമാരുടെ ആരോഗ്യം എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ 3 പൈലറ്റുമാർക്കും ഒരേ സമയം ഈ ഇത്തരത്തിൽ ബോധക്കേടോ മറ്റോ വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല. ആദ്യം കുഴഞ്ഞു വീണ പൈലറ്റിന് അവർ ഓക്സിജൻ നൽകി സഹായിക്കുകയൊക്കെ ചെയ്തു. തുടർന്നാണ് ഈ 2 പൈലറ്റുമാർ ചേർന്ന് ഈ വിമാനത്തെ ലണ്ടനിലേക്ക് എത്തിച്ചത്. പക്ഷേ ഈ യാത്രയിലുടനീളം ഇവർക്കും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നെങ്കിലും ബോധക്കേട് പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം. ചില സന്ദർഭങ്ങളിൽ വിമാനം പറക്കുന്ന വേളയിൽ വിമാനത്തിലെ ഏതെങ്കിലും യാത്രക്കാർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്തുള്ള വിമാനത്താവളത്തിൽ ഇറക്കുന്ന ഒരു രീതിയുമുണ്ട്. ഒരുപക്ഷേ ഈ പൈലറ്റുമാർക്ക് 2 പേർക്കും അത്ര വലിയ ഗുരുതരമായ രീതിയിൽ ആരോഗ്യ പ്രശ്നം അപ്പോൾ ഉണ്ടായിട്ടില്ലായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ വിമാനം പറത്താൻ ധൈര്യം കാണിച്ചതും ഈ വിമാനത്തെ ഹൈദരാബാദിൽ നിന്ന് ലണ്ടനിൽ കൊണ്ട് ചെന്ന് എത്തിച്ചതും. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായതിനെക്കുറിച്ച് അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് വിമാന കമ്പനി പറയുന്നത്. യാത്രക്കാരുടെ സുരക്ഷിതത്വം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണെന്നാണ് ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചിട്ടുള്ളത്. ഇവർ കഴിച്ചതിൻ്റെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഒരുപക്ഷെ പരിശോധനയും കൂടെ ശേഷമായിരിക്കാം. അതല്ലെങ്കിൽ അന്ന് രാവിലെ അവിടെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ എന്തായിരുന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണവും ഒരുപക്ഷെ അധികൃതർ നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വിമാനത്തിലെ ജീവനക്കാരും യാത്രക്കാരുമെല്ലാം ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ്.